അർജന്റീനയും മെസ്സിയെയും ജീവന തുല്യം സ്നേഹിക്കുന്നവരാണ് ചവറ തലമുകിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ആരാധകർ. ഇത്തവണ അവർ മെസ്സിക്കായി ഒരുക്കിയത് 101 അടിയുടെ കൂറ്റൻ കട്ടൌട്ടാണ്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ഒരു ഹൃദയ വികാരമാണ് ലയണൽ മെസ്സി. ഈ ലയണൽ മെസ്സിയോടുള്ള സ്നേഹവും ആദരവുമൊക്കെ പ്രകടിപ്പിക്കുന്നതിൽ കേരളത്തിലും ഫുട്ബോൾ ആരാധകർ വലിയൊരു മത്സരത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് ചവറയിലെ തലമുകിൽ പ്രദേശത്താണ്. ഈ തലമുകിൽ പ്രദേശത്തെ ഫുട്ബോൾ ആരാധകർ മെസ്സിക്ക് എന്താണ് കാഴ്ചവെച്ചിരിക്കുന്നതാണ് നമുക്ക് അറിയാനുള്ളത്. മെസ്സിയുടെ ഒരു 101 അടിയുള്ള ഒരു കൂറ്റൻ കട്ടൗട്ടാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കട്ടൗട്ടിൻ്റെ എന്താ പ്രത്യേകത എന്തൊക്കെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കട്ടൗട്ടാണിത്. നിലവിൽ ഈ സ്ഥലങ്ങളിൽ വെച്ചതിലും നമ്മുടെ ഈ ഒരു പ്രദേശത്ത് വെച്ചത് ഏറ്റവും വലിയൊരു കട്ടൗട്ടാണിത്. പിന്നെ ഇതിൻ്റെ നീളം എന്ന് പറയുമ്പോൾ ഒരു 101 അടി വരും. വീതി ഒരു 18-19 അടി വീതിയുണ്ട്. ഒരു ദിവസം രാവിലെയും രാത്രി മൊത്തം നിന്ന് ഉറക്കമൊഴിച്ചിട്ടാണ് ഇത് മൊത്തം ചെയ്തെടുത്തത്. എല്ലാവരും കൂടി നമ്മൾ പൈസ എല്ലാം വീതിച്ച് ഒരു മീറ്റിംഗ് കൂടി എല്ലാവരും സംസാരിച്ച് പറഞ്ഞ് ഇന്നൊരു പരിപാടി ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തേ. മൊത്തത്തിലൊരു 1.5-ക്കകത്ത് മൊത്തത്തിൽ ചിലവായി. മെസ്സിയോടുള്ള ഇത്രയും വലിയൊരു ആരാധന എന്താ? കളിക്കുന്ന കാണാൻ ഇഷ്ടമാണ്. മെസ്സി പ്ലേയിങ് സ്റ്റൈല് എല്ലാം കൊണ്ടും മെസ്സിനൊരു ആരാധനയാണ് എല്ലാ പിള്ളേരും. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ. വലിയ ആവേശമാണ് ഇവിടെ. ഇന്നത്തെ കളിയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. നിങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കാറാണോ? അത്യാവശ്യം കളിക്കും. ഇത് മാത്രമല്ല, കഴിഞ്ഞ 2022 ലോകകപ്പ് ഫൈനലിന്റെ തലേന്ന് ആ തീരത്ത് സ്ഥാപിച്ച മനോഹരമായ മെസ്സിയുടെ ഒരു പ്രതിമയുണ്ട്. പിറ്റേന്ന് അർജന്റീന കപ്പടിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തത കൊണ്ട് നിറഞ്ഞതാണ് ഈ തലമുകിൽ പ്രദേശം. ഒരു മെസ്സിയുടെ പൂർണ്ണകായ പ്രതിമയാണ്. അത് ഫൈബറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2022 വേൾഡ് കപ്പിൻ്റെ ആ സമയത്തായിരുന്നു ചെയ്തത്. ഇത് നമ്മൾ ആദ്യം ഒരെണ്ണം ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് അതത്ര ഫിനിഷിങ് ആയില്ലായിരുന്നു. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് നമ്മൾ പുതിയ ഒരെണ്ണം അത് പിന്നെ ചെയ്തു വെച്ചാൽ. ഇവിടെ ഇപ്പം എനിക്കൊന്ന് കേരളത്തിൽ ഇരിക്കുന്നതിനെക്കാട്ടി ഇച്ചിരി വലിയ പ്രതിമ ഇതാണ്. മത്സരങ്ങളെക്കുറിച്ച് എങ്ങനെയുണ്ട്? ഇപ്പം ക്വാർട്ടർ വരെ എത്തിയേക്കാണ്. അത് നല്ല കളി തന്നെ കളിക്കുന്നത്. അർജന്റീന എങ്ങനെയായിരുന്നു കളിക്കുന്നത് അത് കണക്ക് തന്നെ ഇപ്പോഴും കളിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് നെഗറ്റീവ് പറയുന്നുണ്ട്, ഫിഫക്കാർക്ക് പൈസ കൊടുത്ത. പക്ഷേ അതൊക്കെ വെറുതെയാണ്. മറ്റവർക്ക് പറയാനായിട്ട് വേറെ കാരണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നത്. ടെൻഷൻ അടുപ്പിച്ചോ കഴിഞ്ഞ കളി? പിന്നെ ടെൻഷൻ അടിച്ചോന്നോ? ടെൻഷൻ ആയിരുന്നു മൊത്തം. രക്ഷപ്പെട്ടില്ലേ? രക്ഷപ്പെട്ട്. മെസ്സി നമ്മൾ കളത്തിലുള്ളിടത്തോളം കാലം ജയിക്കുമെന്ന് ഞാൻ 100% പറഞ്ഞിരുന്നതാണ്. എല്ലാവരും മെസ്സിയെ പറയുന്നത് മിശിക എന്നാണല്ലേ? ആ ഒരു ശക്തി ഉണ്ടല്ലേ ശരിക്കും? അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ട്. അതാ മേളിൽ നിന്നൊരു ദൈവത്തിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ജയിക്കണം. മെസ്സിയുടെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ എത്തിയാൽ നല്ല രസമായിരിക്കും അല്ലേ? അതെ, അത് ആഗ്രഹമുണ്ട്. നമുക്ക് എത്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഈ മെസ്സിയുടെ കൂട്ടത്തിൽ ഒരാളായി നിൽക്കുന്നതും മെസ്സിയുടെ ഒരു ആരാധകനാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. എന്തായാലും ഇത്തവണ കപ്പടിക്കും. വീണ്ടും ഒരിക്കൽ കൂടി 2022 പോലെ ഇത്തവണ വീണ്ടും മെസ്സി കപ്പടിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ഈ മെസ്സിയുടെ ആരാധകരുടെ പങ്കുവെക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് ചവറ തലമുകിൽ നിന്നും ഷിജു മോഹൻ സീസിനോടൊപ്പം ബി ശ്രീകുമാർ.